ഒന്നാം സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികളുടെ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പറിന്റെ ഇമ്പോർട്ടന്റ് എസ്സേ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ് ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഓർ ഡിമാൻഡ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് എന്നും ചോദിക്കാം. അപ്പൊ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. എന്താണ് ഡിമാൻഡ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡിമാൻഡ് ഈസ് ദി ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമ്മോഡിറ്റി. എന്ന് വെച്ചാൽ ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യാനുള്ള പർച്ചേസിംഗ് പവറും, അതായത് ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മണിയും ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യാനുള്ള വില്ലിംഗ്നെസ്സും ചേരുന്നതിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പീരീഡില് ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ഇത്രയുണ്ട് എന്ന് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്ത് പറയണമെങ്കിൽ ആ ഡിമാൻഡ്, ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ളവരും അറ്റ് ദ സെയിം ടൈം അത് വാങ്ങാനുള്ള ക്യാഷ് കയ്യിലുള്ളവരും എത്ര പേരുണ്ട്, അതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. That means demand is the desire backed by ability and willingness to pay for a commodity. That is, demand is the ability and willingness to buy a specific quantity of a good at alternative prices in a given period of time. Ceteris paribus. Ceteris paribus means other things remaining the same. മറ്റുള്ള ഫാക്ടേഴ്സ് എല്ലാം സെയിം ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി വാങ്ങാനുള്ള ക്യാഷും വില്ലിംഗ്നെസ്സും കൂടി ചേർന്ന് വരുന്ന ഒരു ഡിസയറിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്? ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുകയോ കുറയുകയോ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ ഈ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിമാൻഡിനെ ബാധിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അതാണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിനി പറയാൻ പോകുന്ന അത്രയും ഫാക്ടേഴ്സ് ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനെ ഡയറക്റ്റ് ആയോ ഇൻഡയറക്റ്റ് ആയോ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആയിരിക്കും. അപ്പം ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് കസ്റ്റമേഴ്സ്, കൺസ്യൂമേഴ്സ് എക്സ്പെക്ടേഷൻസ്, പിന്നെ അതർ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗവൺമെന്റ് റെഗുലേഷൻസ്, ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, അഡ്വർടൈസ്മെന്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം ഇതിൽ ഒരു 7-8 പോയിന്റ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കമ്മോഡിറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ എസ്സേ എഴുതാൻ നേരത്തെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. എസ്സേ എഴുതാൻ നേരം ഇതാണ് എസ്സേ, വാട്ട് ഡു യു മീൻ ബൈ ഡിമാൻഡ് ആൻഡ് സ്റ്റേറ്റ് ദ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ, 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഡിമാൻഡ് എന്താണ് എന്ന് എഴുതുക. ഒരു 3-4 സെന്റൻസിൽ ഡിമാൻഡ് എന്താണെന്ന് എഴുതുക. നിങ്ങൾക്ക് ഡിമാൻഡിനെ കുറിച്ച് കൂടുതൽ ഉദാഹരണങ്ങളോടുകൂടി നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെങ്കിൽ അത്രയും ബെറ്റർ. അപ്പൊ അത്രയും എഴുതുക. അതിനുശേഷം ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം എന്താണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്? അപ്പൊ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആ ഫാക്ടേഴ്സ് ആദ്യം നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുക. അപ്പൊ ഒന്നുകിൽ പോയിന്റ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ചാർട്ടുകളായിട്ടൊക്കെ നിങ്ങൾക്ക് വരച്ച് കാണിക്കാം. അതൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. പേപ്പർ വാല്യൂ ചെയ്യുന്ന എക്സാമിനേഴ്സിന്റെ മനസ്സിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ പോയിന്റ്സ് എല്ലാം നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വരച്ചെഴുതുന്നത്, എസ്സേ എഴുതുമ്പോൾ ഇങ്ങനെ വരച്ചെഴുതുന്നത് ഏറ്റവും നല്ലൊരു രീതിയാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആണ് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിമാൻഡിനെ ബാധിക്കുന്ന, അഫക്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് പ്രൈസ് എന്ന് പറയുന്നത്.
എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു സാധനം വാങ്ങുന്നത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് എങ്കിൽ കൂടി നമ്മൾ അതിന്റെ പ്രൈസ് അഫോർഡബിൾ ആണെങ്കിൽ മാത്രമല്ലേ വാങ്ങത്തുള്ളൂ. അപ്പൊ അതാണ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. പ്രൈസ് ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് there is an inverse relationship between price and the quantity demanded of a commodity. That means the quantity demanded increases with a reduction in price, assuming the other things remaining the same, and vice versa. അതായത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ആണുള്ളത്, അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണുള്ളത്. പ്രൈസ് കുറയും തോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയും പ്രൈസ് കൂടുന്തോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയുമാണ് ചെയ്യുന്നത്. അടുത്തതാണ് ഇൻകം ഓഫ് ദി കൺസ്യൂമേഴ്സ്. അപ്പൊ എന്താണ്, നമ്മൾ ഒരു സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇൻകം കൂടി നോക്കിയിട്ടേ വാങ്ങുള്ളൂ. അപ്പൊ ഈവൻ നമ്മുടെ കയ്യിൽ ആ ഒരു കമ്മോഡിറ്റി വാങ്ങാനുള്ള ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ കൂടി നമ്മുടെ ഇൻകം അത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് വാങ്ങാറുള്ളൂ. അപ്പം ഒരു കൺസ്യൂമറിന്റെ പർച്ചേസിംഗ് പവറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഇൻകം എന്ന് പറയുന്നത്. അത് തന്നെ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ്. നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ ഇൻകം കുറയുന്നതനുസരിച്ച് നമ്മുടെ പർച്ചേസ് നമ്മൾ കുറയ്ക്കാനും തുടങ്ങും. അതായത് ഡിമാൻഡും ഇൻകവും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ആണുള്ളത്. അതായത് ഇൻകം കൂടിയാൽ നമ്മുടെ ഡിമാൻഡും കൂടുന്നതായിരിക്കും. അതുകൊണ്ട് ഇൻകവും ഡിമാൻഡും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ആണ് ഉള്ളത്. അടുത്തത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആണ്. മറ്റുള്ള ആ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ മാത്രമല്ല, നമ്മളിപ്പം ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, നമ്മളൊരു പെന്നോ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ഓയിലോ വാങ്ങാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഓയിലാണ് വാങ്ങാൻ പോണതെങ്കിൽ, അതായത് കോക്കനട്ട് ഓയിലാണ് നമ്മൾ വാങ്ങാൻ പോണതെങ്കിൽ ആ കോക്കനട്ട് ഓയിലിന്റെ പ്രൈസ് നമ്മൾ നോക്കും. ഓഫ് കോഴ്സ് ആ പ്രൈസ് തന്നെയാണ് അതിന്റെ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം. ബട്ട് there is other factors too, that is price of related goods. But demand for a given commodity can be influenced by the prices of related goods also. Our related goods are classified into two. They are substitute goods and complementary goods. അപ്പൊ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്? ഇപ്പം എന്താ പറയാ, ഇപ്പം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ കോക്കനട്ട് ഓയിലിന് വില കൂടുതലാണ്. ഓക്കെ, കോക്കനട്ട് ഓയിലിന് വില കൂടുതലായതുകൊണ്ടോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലിന് വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉള്ളത് കൊണ്ടോ ഞാൻ കോക്കനട്ട് ഓയിലിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അതിന് പകരം ഞാൻ റിഫൈൻഡ് ഓയിൽ എടുക്കുന്നു. ഓക്കെ, ദെൻ എന്താണ് അതിന്റെ വേറൊരു എക്സാമ്പിൾ, നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പറയുന്ന എക്സാമ്പിൾ ടീ ആൻഡ് കോഫി തന്നെയാണ്. പിന്നെ നമ്മൾ റിഫൈൻഡ് ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിൽ നമ്മൾ എടുക്കുന്നു. സൺഫ്ലവർ ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിന് വില കൂടുതലോ അല്ലെങ്കിൽ അതിന്റെ വില വെച്ചിട്ട് നമ്മൾ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ മറ്റ് വെജിറ്റബിൾ ഓയിൽസ് എന്തെങ്കിലും എടുക്കുന്നു. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന് എക്സാമ്പിൾ ആണ്. That means substitute goods are those goods which can be used in place of each other for the satisfaction of some want. നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറി യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ്. നമുക്ക് തലവേദന എടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചായ കുടിച്ചാലും മതി, കോഫി കുടിച്ചാലും മതി. അപ്പോൾ കഫൈൻ അടങ്ങി എന്തെങ്കിലും കുടിച്ചാൽ മതി, നമുക്ക് തലവേദന എടുക്കാതിരിക്കാം, അത് ശീലമായിട്ടുള്ള ആളുകളാണെങ്കിൽ. അപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ആ സ്ഥലത്ത് ചായക്ക് ഭയങ്കര റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോഫി വാങ്ങും, അല്ലെങ്കിൽ കോഫിക്ക് ഭയങ്കര റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചായ വാങ്ങുന്നു. അതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. That means there is a direct relationship between the price of substitute goods and given commodity. അതായത് ഒരു ഗിവൺ കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുതലാണെങ്കിൽ, ഒരു ഗിവൺ പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുതലാണെങ്കിൽ, ഞാൻ വാങ്ങുന്നത് കോഫിയാണ്. അപ്പൊ ഞാനൊരു പ്രത്യേക സ്ഥലത്ത് ചെന്നപ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു പ്രത്യേക റെസ്റ്റോറന്റിൽ ചെന്നപ്പോഴത്തേക്ക് ആ റെസ്റ്റോറന്റില് കോഫിക്ക് ഭയങ്കര വിലയാണ്. അതായത് ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ വില വളരെ കൂടുതലാണ്, കോഫിയുടെ വില വളരെ കൂടുതലാണ്. സോ അപ്പൊ ഞാൻ എന്താ നോക്കുക, ഞാൻ ആ മെനു കാർഡിൽ ടീയുടെ വില എങ്ങനെയുണ്ട്, ചായക്ക് വില എങ്ങനെയാണെന്ന് ഞാൻ നോക്കുന്നു. ചായയുടെ വില കുറവായതുകൊണ്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഞാൻ കോഫി കുടിക്കുന്നതിന് പകരം ചായ കുടിക്കുന്നു. ദാറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഇൻക്രീസസ്, ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഫോർ ഗിവൺ കമ്മോഡിറ്റി സ്റ്റാർട്ട് ഇൻക്രീസിങ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ, സബ്സ്റ്റിറ്റ്യൂട്ടുകളുടെ വില കൂടുകയാണെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി, അതിൽ വില കുറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് മറ്റെന്തുണ്ടോ അതിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. ദെൻ
പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സിൽ രണ്ടാമത്തതാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത് ഒരുമിച്ച് യൂസ് ചെയ്താൽ മാത്രം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഗുഡ്സ് ആണ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. എന്താണ്, ഷൂസ് ആൻഡ് പോളിഷ്. ഷൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ പോളിഷ് കൊണ്ട് യൂസ് ഒന്നുമില്ല. അതേപോലെ തന്നെ കാർ ആൻഡ് പെട്രോൾ. പെട്രോൾ മാത്രമുണ്ട്, കാറില്ല, അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ കാർ മാത്രം മേടിച്ചിട്ടിട്ട് കാര്യമില്ല, കാറിനകത്ത് കാർ ഓടണം എന്നുണ്ടെങ്കിൽ അതിൽ പെട്രോൾ വേണം. അതുപോലെ തന്നെ എറേസർ മാത്രം വാങ്ങി വെച്ചിട്ട് കാര്യമില്ല, പെൻസിൽ കൊണ്ട് എഴുതിയാൽ മാത്രമേ നമ്മൾ എറേസർ യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ പെൻസിൽ ആൻഡ് എറേസർ ഇതൊക്കെ എക്സാമ്പിളുകളാണ്. അതായത് ഒരുമിച്ച് വിച്ച് വി യൂസ് ടുഗെദർ. കോംപ്ലിമെന്ററി ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ടുഗെദർ ടു സാറ്റിസ്ഫൈ എ സ്പെസിഫിക് നീഡ്. And there is an important point that there is a negative relationship between price of complementary goods and quantity demanded of a given commodity. അതായത് കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസ് കൂടിയാലും റിലീജിയസ് വാല്യൂസ്, എന്താണ്, ഏജ്, സെക്സ്, ലൈഫ് സ്റ്റൈൽ എല്ലാം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് മാറുന്നൊരു കാര്യമാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് എന്ന് പറയുന്നത്. Any change in these factors result in a change in taste and preferences of customers. So, customers switch over to other products. Old one, നമ്മൾ കൺസ്യൂം ചെയ്തിരിക്കുന്ന ഓൾഡ് വൺ നമ്മൾ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് മാറുന്നതനുസരിച്ച് നമ്മൾ മാറ്റി യൂസ് ചെയ്യും. അതാണ് ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എക്സ്പെക്ടേഷൻസ് ഓഫ് കസ്റ്റമേഴ്സ് ആണ്. നമ്മൾ ഫ്യൂച്ചറിൽ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് പ്രൈസ് ഇൻക്രീസ് ആവും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ദ കൺസ്യൂമർ ഡിമാൻഡ് മോർ ടു സ്റ്റോർ ഇറ്റ് ഇൻ ദി ഷോർട്ട് റൺ. അതായത് എവിടുന്നെങ്കിലും ഒരു ഇൻഫോർമേഷൻ കിട്ടുകയാണ്, ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇപ്പോഴേ വാങ്ങി വെച്ചോളൂ, ഫ്യൂച്ചറിൽ ഇതിനൊക്കെ വില കൂടാൻ പോകുന്നു. നമുക്ക് കഴിഞ്ഞ ലോക്ക്ഡൌൺ തുടങ്ങുന്ന സമയത്ത്, രണ്ടാമത്തെ ലോക്ക്ഡൌൺ അല്ല ആദ്യത്തെ ലോക്ക്ഡൌൺ തുടങ്ങുന്ന സമയത്ത് ഇതേപോലെ ഇപ്പം എന്തായാലും പച്ചക്കറിയൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്, വില കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഒക്കെ പുറത്തുനിന്നൊക്കെയാണ് ഇറക്കുന്നത്, അപ്പൊ എല്ലാത്തിന്റെയും വില കൂടാൻ ചാൻസ് ഉണ്ട്. ആളുകൾ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ബൾക്കായിട്ടാണ് സാധനം വാങ്ങി സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. പ്രൈസ് കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ അവൈലബിലിറ്റി കുറയും എന്ന് വിചാരിച്ചിട്ടും കൂടി പർച്ചേസ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ എക്സ്പെക്ടേഷൻസ് ഓഫ് ദ കസ്റ്റമേഴ്സ് അപ്പം ഒരുപാട് അഫക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ, പെട്രോളിന്റെയോ ഡീസലിന്റെയോ ഒക്കെ പ്രൈസ് നെക്സ്റ്റ് വീക്കിൽ ഇൻക്രീസ് ചെയ്യുന്ന എവിടെങ്കിലും ഒരു വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പെട്രോളിന്റെയും ഡീസലിന്റെയൊക്കെ ഡിമാൻഡ് അത് അറിയുന്ന ആ വീക്കിൽ ഭയങ്കര ഹൈക്കിലായിരിക്കും ഉള്ളത്. അടുത്തത് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ ഒരു രാജ്യത്തിന്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ കൂടുന്തോറും അവിടുത്തെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ആണ്. മാർക്കറ്റ് ഡിമാൻഡ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. The even distribution of national income creates a market demand for necessities goods. And on the other hand, uneven distribution of national income creates a demand for luxury goods. എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് നാഷണൽ ഇൻകം ഡിവൈഡ് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും നെസസിറ്റി ഗുഡ്സ്, അരിയും പഞ്ചസാരയും സോപ്പും പേസ്റ്റ് അങ്ങനെയുള്ള നെസസിറ്റി ഗുഡ്സ് മാത്രമാണ് വാങ്ങുന്നത്. ബട്ട് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ കുറെ പേർക്ക് കൂടുതൽ, കുറെ പേർക്ക് കുറവ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലക്ഷറി ഗുഡ്സിന്റെ ഡിമാൻഡ് സാധാരണ ഇൻക്രീസ് ചെയ്യാറുണ്ട്. അടുത്തത് ക്രെഡിറ്റ് അവൈലബിലിറ്റി ആണ്. ലോണൊക്കെ കൂടുതൽ കിട്ടുമെങ്കിൽ ആളുകൾ വാങ്ങും. നമുക്ക് ലോണായിട്ട് ഫ്രിഡ്ജ് വാങ്ങാൻ ലോൺ, AC വാങ്ങാൻ ലോൺ, അങ്ങനെ ലോണൊക്കെ ഉണ്ടെങ്കിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഒക്കെ ആളുകൾ പർച്ചേസ് ചെയ്യും. ഈസി ആക്സസ് ടു ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അഫക്ട്സ് ദ ഡിമാൻഡ് ഫോർ ഗിവൺ കമ്മോഡിറ്റി അറ്റ് എ ലാർജ് എക്സ്റ്റെന്റ്. ഓക്കെ, അപ്പം ക്രെഡിറ്റ് അവൈലബിലിറ്റി അല്ലെങ്കിൽ ലോൺ, ഈസി ആക്സസ് ടു ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒക്കെ കിട്ടുകയാണ്. ആളുകളുടെ കയ്യിലൊക്കെ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ വാങ്ങും. അങ്ങനെയാണ് ചെയ്യുന്നത്. ലക്ഷറി കാറുകളുടെ എല്ലാത്തിന്റെയും വില അനുസരിച്ചിട്ടാണ് വരുന്നത്.
അടുത്ത ടാക്സേഷൻ ആൻഡ് സബ്സിഡീസ് ആണ്. ഇപ്പം ടാക്സ് പോളിസിയിൽ എന്തെങ്കിലും റിഡക്ഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് പോളിസീസ് റിഗാർഡിംഗ് ടാക്സ് റേറ്റ്സ്, സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആണ്. ഡിമാൻഡ് ഫോർ സം പ്രോഡക്ട്സ് വേരീസ് വിത്ത് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഓഫ് എ സ്പെസിഫൈഡ് ഏരിയ. അതായത് ഇപ്പോൾ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആൾക്കാർ അല്ലെങ്കിൽ തണുപ്പുള്ള പ്രദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ സ്വെറ്ററുകളൊക്കെ ഒരുപാടായിട്ട് വാങ്ങിക്കാറുണ്ട്. അപ്പം പിന്നെ നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ രാജസ്ഥാനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വെറ്റർ അധികം അങ്ങോട്ട് പോകുന്ന സാധനമല്ല. അപ്പം ടീ ആൻഡ് കോഫി വിന്റർ സീസണിലൊക്കെ ടീ ആൻഡ് കോഫിക്ക് നല്ല ഡിമാൻഡ് ഉണ്ടാവും. ഐസ്ക്രീമിനൊക്കെ സമ്മർ സീസണിലായിരിക്കും ഡിമാൻഡ് കൂടുതൽ. അതേപോലെ ക്ലൈമറ്റിക് കണ്ടീഷൻ അനുസരിച്ച് ചില പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് കൂടുകയും ചിലതിന്റെ ഡിമാൻഡ് കുറയുകയും ചെയ്യാറുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പൊ ഇത്രയുമാണ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റായി പോസ്റ്റ് ചെയ്യുക. Thanks for watching.